സിമ്പിളായിട്ട് എങ്ങനെ ഒരു അച്ചാർ തയ്യാറാക്കാൻ എന്നാണ് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. സിമ്പിളായിട്ടെന്ന് പറഞ്ഞാൽ വെറും സിമ്പിളായിട്ട് ഇതാ ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അയക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം മാത്രം കടുകിടുക കേട്ടോ. ഇവിടെ ആദ്യം തന്നെ നമ്മൾ കടുകിട്ട് വെച്ച് കുറേ സമയം കാത്തിരുന്ന ശേഷമാണ് കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയത്. അച്ചാർ ഉണ്ടാക്കുന്നത് ഞാനല്ല കേട്ടോ, നമ്മുടെ സ്വന്തം ഉമ്മയാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ കാത്തിരുന്ന ശേഷം എന്താണ് ഈ കടുകൊക്കെ അങ്ങോട്ട് പൊട്ടി തുടങ്ങി. കാണുന്നുണ്ടല്ലോ കടുകൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ മാങ്ങ എടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് കലർത്തി, എന്നിട്ട് കണ്ടോ ഉപ്പൊക്കെ വാരി അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് അത് എന്ത് ചെയ്തു, മാങ്ങ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ കണ്ടോ, നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ മൂവാണ്ടൻ മാവില്ലേ, ആ മാവിലെ മാങ്ങയെ തന്നെയാണ് ഇന്ന് അച്ചാറിടുന്നത്. പിന്നെ നമ്മൾ ഈസ്റ്റേൻ്റെ ഒരു അച്ചാർ പൊടി പാക്കറ്റ് പൊട്ടിച്ച് അതും അതിലേക്ക് പകർത്തി. പിന്നെ ഈ ഒഴിക്കുന്നത് പച്ചവെള്ളമല്ല കേട്ടോ, നമ്മുടെ സുർക്കയാണ്. സുർക്ക അറിയാലോ, വിനേഗർ. അങ്ങനെ സുർക്ക ഒഴിച്ച് എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി 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 അങ്ങോട്ട് യോജിപ്പിച്ചു. കുറച്ചധികം മാങ്ങ തന്നെ ഉണ്ടായത് കൊണ്ട് തന്നെ കുറച്ചധികം അച്ചാർ പൗഡറും നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അളവൊന്നും നമുക്കില്ല കേട്ടോ, നമ്മൾ അങ്ങോട്ട് വാരി അങ്ങോട്ട് ഇടും. അങ്ങനെയാണ് നമ്മുടെ പതിവ്. അളവൊക്കെ എടുത്തെടുക്കാൻ ആർക്കായുടെ സമയം. പിന്നെ സുർക്ക കുറവാണെന്ന് തോന്നിയപ്പോൾ വീണ്ടും ഒഴിച്ച് കൊടുത്തു. പിന്നെ വീണ്ടും ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തു. സിമ്പിളല്ല അച്ചാർ ഉണ്ടാക്കാൻ. ഇനി ഒന്നുമില്ല, കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് പഞ്ചസാര കൂടി ചേർക്കുക. ഞങ്ങളങ്ങനെയാണ് അച്ചാറിൽ ഉപ്പും പഞ്ചസാരയും ഒക്കെ ചേർക്കും. അച്ചാറിൻ്റെ മധുരവും എരിവും ഉപ്പും പുളി ഹൈ വായിൽ വെള്ളം ഊറുന്നു, പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നു. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് അതിങ്ങനെ തിളച്ച് വരാൻ വെയിറ്റ് ചെയ്തു. പിന്നെ വേപ്പില ഇട്ട് കൊടുത്തു.